നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. മോഹൻലാൽ ദേശീയ അവാർഡ് നേടിയ ഭരതം മോഷ്ടിച്ചത്. മോഹൻലാൽ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ചോദിക്കാൻ ചെന്നതന്നോട് മോഹൻലാൽ അപമര്യാദയായി പെരുമാറിയെന്നും സംവിധായകന്റെ വെളിപ്പെടുത്തൽ. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് 1991 റിലീസ് ചെയ്ത ഭരതം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെ മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. കലാപരമായും സാമ്പത്തികപരമായും വിജയം നേടിയ സിനിമയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ സൈനു പള്ളിത്താഴത്ത്. ഭരതത്തിന്റെ കഥ തന്റെ പക്കൽ നിന്നും മോഷ്ടിച്ചതാണെന്നും തന്നെയും സുഹൃത്തിനെയും മോഹൻലാൽ ചതിക്കുകയായിരുന്നുവെന്നും സൈനു പള്ളിത്താഴത്തിന്റെ വെളിപ്പെടുത്തൽ. മോഹൻലാലിന്റെ പരിചയക്കാരനും സുരേഷ് കുമാറിന്റെ അയൽവാസിയും പഴയകാല സംഗീത സംവിധായകനുമായ TK ലായൺ അവസരങ്ങൾ തേടി അലയുന്ന സമയം ഒരിക്കൽ മോഹൻലാലിനെ സമീപിക്കുകയുണ്ടായി. നല്ലൊരു കഥ തനിക്കായി തയ്യാറാക്കിയാൽ ആ സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കാൻ അവസരം നൽകാമെന്ന് മോഹൻലാൽ ഉറപ്പുകൊടുത്തു. തുടർന്നാണ് ലായൺ നല്ലൊരു കഥയ്ക്കായി സുഹൃത്തായ സൈനുവിനെ സമീപിക്കുന്നത്. യേശുദാസിന്റെ നിരവധി ഗൾഫ് പരിപാടികളിലെ നടത്തിപ്പുകാരനാണ് സൈനു പള്ളിത്താഴത്ത്. മാത്രവുമല്ല, കവിതാരചന, ചെറുകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളയാൾ കൂടിയാണ് അദ്ദേഹം. അതേസമയം ചെറുകഥകളല്ലാതെ തിരക്കഥയൊന്നും എഴുതാൻ കഴിയില്ലെന്ന് പറഞ്ഞ സൈനുവിനെ ലായൺ വിട്ടില്ല. തുടരെ സൈനുവിനോട് സഹായം ചോദിച്ചു. അവസാനം സൈനുവിന്റെ മനസ്സിൽ തോന്നിയ ഒരാശയം ഒരു പേജിൽ എഴുതി ലായന് കൊടുത്തു. എന്നിട്ട് ഇത് മോഹൻലാലിന് കൊടുത്തു നോക്ക്, അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കഥയെ വിസ്തരിച്ചെഴുതി തിരക്കഥയാക്കി മാറ്റാമെന്നും സൈനു പറഞ്ഞു. സൈനുവിനെ വിളിച്ച് മോഹൻലാലിന് കഥ കൊടുത്തെന്നും ഒരാഴ്ചയ്ക്കകം വിവരം തരാമെന്ന് മോഹൻലാൽ പറഞ്ഞതായും ലായൺ സൈനുവിനെ വിളിച്ചറിയിച്ചു. എന്നാൽ പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് കാണുമ്പോൾ TK ലായൺ സൈനുവിന്റെ വീട്ടിലെ നമ്പറിൽ വിളിച്ച് നാനയിൽ സൈനുവിൻ്റെതിന് സമാനമായ കഥ ഭരതം എന്ന പേരിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ നാന വാങ്ങി നോക്കണമെന്നും ആവശ്യപ്പെട്ടു. നാന നോക്കി താൻ ഞെട്ടിപ്പോയെന്ന് സൈനു പറയുന്നു. കാര്യമന്വേഷിച്ച് സൈനു കോഴിക്കോട്ടെ ഹോട്ടൽ മഹാറാണിയിൽ പോയെങ്കിലും തന്നെ കണ്ടയുടനെ മോഹൻലാൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് റൂമിലെത്തിയതാനുമായി മോഹൻലാൽ വാക്കുതർക്കത്തിന് മുതിരുകയും അപമര്യാദയായി പെരുമാറുകയുമാണ് ഉണ്ടായത്. ഇത് തന്റെ കഥയാണെന്നതിന് എന്ത് തെളിവാണുള്ളതെന്നും മോഹൻലാൽ ചോദിച്ചതായി സൈനു വ്യക്തമാക്കുന്നു. ശബ്ദമുയർന്നപ്പോൾ തിക്കുറിശ്ശി സുകുമാരൻ നായർ സാരഥി തന്നെ കൂട്ടിക്കൊണ്ടുപോയി വിവരങ്ങൾ ആരാഞ്ഞു. സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണെന്നും ഒന്നുമില്ലെങ്കിലും തന്റെ മനസ്സിലെ കഥ സിനിമയായി വരികയല്ലേ, അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നും ഉപദേശിച്ചു. ആ മഹാമനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ടാണ് കേസിന് പോകാഞ്ഞതെന്നും സൈനു പറയുന്നു. എന്നാൽ 25 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് തനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ആരും കേൾക്കുന്നില്ലെന്നും സൈനു പറയുന്നു. തന്റെ കഥയിൽ താനില്ലാതെ പോയതിലുള്ള വിഷമം ഇന്നും സൈനുവിനെ വിട്ടു പോയിട്ടില്ല. ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഭരതം പൂർണ്ണമായും തന്റെ ആശയം തന്നെയാണെന്നാണ് സൈനുവിന്റെ അവകാശവാദം. കമന്റിലൂടെ നിങ്ങൾക്കും ഈ വാർത്തയോട് പ്രതികരിക്കാവുന്നതാണ്. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.